എമ്പുരാൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എമ്പുരാന്റെ ട്രെയിലറിൽ ചില സൂചനകൾ അതിന് നൽകുന്നു. കോട്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു ലെഗസിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. എവിടെയോ എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ, പകരം എന്നെ ആണ് പിന്തുടരുന്നത്, എന്റെ ആദർശങ്ങളെ ആരാണ് പിന്തുടരുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ എന്റെ പിൻതലമുറക്കാർ, എന്റെ ലെഗസിയുടെ അവകാശികൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്റെ സംശയം ബലപ്പെട്ടു. രാംദാസിന്റെയും നമുക്കെല്ലാം അറിയുന്ന പോലെ രാംദാസിന്റെ മകൻ ടോവിനോയും ഒക്കെ വളരെ ഗംഭീരമായി ചെയ്ത കഥാപാത്രങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ റെപ്രസെന്റേഷനാണ്, കോൺഗ്രസ് പാർട്ടിയാണ് പ്രധാനമായി അവർ ഇതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതായത് ബേസിക്കലി കോൺഗ്രസ് തന്നെയാണ് എവിഡന്റ്ലി കാണിക്കുന്നത്. അത് കോൺഗ്രസും കോൺഗ്രസിന്റെ ഉള്ളിലെ വടംവലികളുമാണ്. CPM അതിൽ കാണിക്കുന്നുണ്ട്. അടുത്തത് രസകരമാണ്. BJPക്ക് ശക്തമായ റെപ്രസെന്റേഷൻ. കേരളത്തിലെ കപട മതേതരവാദികൾ, അതായത് കപട മതേതരവാദി എന്നൊക്കെ ഉള്ളത് പൊതുവെ BJPയുടെ ലൈനാണ്. എന്തോ നടാ ഇത്? ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ശ്രീ സുരാജ് വെഞ്ഞാറമൂടാണ് ആ ക്യാരക്ടർ. ഇവരുടെ നറേറ്റീവ് ഭാവിയിൽ എന്തായിരിക്കും? ലൂസിഫർ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രകടമായി എതിർത്തിരുന്നില്ല. എന്നാൽ എല്ലാ പാർട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്ന നന്മയും തിന്മയും സൗഹൃദവും ഒക്കെയാണ് അത് പലപ്പോഴും സൂചിപ്പിച്ചത്. എന്നാൽ എമ്പുരാന്റെ ലൈൻ എന്തായിരിക്കും, പൊളിറ്റിക്കൽ ലൈൻ എന്തായിരിക്കും എന്നറിയില്ല.